ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദ റെഡ് ത്രെഡ് തിയറിനെ കുറിച്ച്, ഇല്ലെങ്കിൽ ദ റെഡ് ത്രെഡ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് പറയാനാണ്. സോ ഇറ്റ്സ് ബേസിക്കലി അബൌട്ട് സോൾമേറ്റ്സിനെ കുറിച്ചാണ്. രണ്ട് ആൾക്കാരുടെ കയ്യിലോട്ട് ഒരു ടൈപ്പ് റെഡ് കളർ ത്രെഡ് കെട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഈ ജപ്പാനീസും പിന്നെ ചൈനീസ് ആൾക്കാരുടെ ഒരു ടൈപ്പ് ബിലീഫ്. അപ്പോൾ അവർ പറയുന്ന പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവുമല്ലോ, അത് എന്തേ ആവട്ടെ അത് ബ്രേക്ക് ആവത്തില്ല. എന്തായാലും സ്ട്രെച്ച് ആവും, ഇല്ലെങ്കിൽ അത് എന്താ പറയുക കൂടിക്കെട്ടും. പക്ഷെ ഒരിക്കലും അത് ബ്രേക്ക് ആവത്തില്ല. ഒരു ടൈം പീരീഡ് ശേഷം അവർ രണ്ട് മീറ്റ് ആവും അവരവരുടെ സന്തോഷത്തിന് വേണ്ടി. അതിനെക്കുറിച്ചാണ് ഇത് ബേസിക്കലി. സോ ഇതിന് നമുക്ക് റൊമാൻറ്റിക് വൈസും എടുക്കാം, ഇല്ലെങ്കിൽ നമ്മളെ അറിയുന്നവരുണ്ടാവുമല്ലോ, നമ്മൾ എന്ത് പറയാൻ ഉദ്ദേശിച്ചാലും അവർ നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കത്തില്ല. ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അപ്പനോടും പറയാതിരിക്കുക, അങ്ങനത്തെയൊക്കെ കുറിച്ച് സിഗ്നിഫിക്കൻറ്റ് ചെയ്യും അത്. പക്ഷേ മോസ്റ്റ് ആൾക്കാർ അതിനെ നമ്മൾ റൊമാൻറ്റിക് വേയിലാണ് കാണുന്നത്. സോ ഇതിനകത്ത് ആ റെഡ് കളർ ഉണ്ടല്ലോ, അതെന്ത് സിഗ്നിഫൈ ചെയ്യുമെന്ന് വെച്ചാൽ ഹാപ്പിനെസ്സും പ്രോസ്പെരിറ്റീനെ കുറിച്ചും പറയും. എന്താവട്ടെ അവർ ഒരുമിച്ചുണ്ടാവും, ഉണ്ടായെങ്കിൽ എപ്പോഴും സന്തോഷമായിട്ടുണ്ടാവും, പിന്നെ കാശുകാരായിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ് പറയാറ്. എനിക്കറിഞ്ഞുകൂടാ. പിന്നെ നിങ്ങൾക്കിങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വീഡിയോ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ഒന്നും കൂടെ പറയണേ. പിന്നെ ഇതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.